ഹലോ നമസ്കാരം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കും 2 ദിവസം ലീവ് കിട്ടിയ തിരക്കൊക്കെ ആയിരിക്കും അല്ലേ? ക്രിസ്ത്യൻസിൻ്റെ വക എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ. പെരുന്നാളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ഒന്നും ആയിട്ടല്ല കേട്ടോ. എനിക്കുണ്ടായ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഗൃഹലക്ഷ്മിയിൽ പെരുന്നാൾ വിഭവം എഴുതാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് ഞാൻ ആദ്യമായിട്ട് ഗൃഹലക്ഷ്മിക്ക് താങ്ക്സ് അറിയിക്കണം. ഒപ്പം തന്നെ നിങ്ങളെയും കൂടെ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതൊക്കെ വലിയ റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയിട്ടും കൂടെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ കുറേ സാഹചര്യങ്ങൾ കാരണം അതൊന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഗൃഹലക്ഷ്മി വാങ്ങിയിട്ട് അത് ചെയ്ത് നോക്കണം. നാളെയാണ് പെരുന്നാൾ. ഗൃഹലക്ഷ്മി കിട്ടിയവരൊക്കെ അതിലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കുക. അല്ലാത്തവരൊക്കെ ഗൃഹലക്ഷ്മി മേടിച്ചിട്ട് വേറെ ദിവസം 2-3 ദിവസമൊക്കെ ലീവ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. വാങ്ങിക്കാത്തവരൊക്കെ വാങ്ങിക്കണം. ഇതുപോലെ എനിക്ക് കിട്ടിയ പോലുള്ള അവസരങ്ങൾ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിതിലൂടെ കാണിക്കുന്നതായി. അപ്പം എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു അറബിക് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡെസേർട്ടായിട്ട് ഉണ്ടാക്കിയത് മാംഗോ സ്റ്റിക്കി റൈസ് പോലെ നമ്മുടെ ചവ്വരിയും പിന്നെ ബസ്മതി റൈസും മാംഗോയും കൂടെ കൊടുത്തിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടറായിട്ട് നമ്മൾ ലസാനിയൊക്കെ പോലെ നമ്മുടെ പൈനാപ്പിളും ചിക്കനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജ്യൂസ് ഞാൻ പാരക്കയും പീനട്ട് ബട്ടറും കൂടെ കൊടുത്തത് കേട്ടോ. റൈസ് ഒരു സ്പെഷ്യൽ അറബിക് റൈസ്. പിന്നെ ബീഫ് ഞാനൊരു ബീഫ് ബുർജി ആക്കിയിട്ട് കൊടുത്തു. നമ്മൾ മറ്റേ ഡിന്നറിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ബൂരി ആയിരുന്നു. അത് നമ്മുടെ മേത്തി ബൂരി പോലെ ആലു പൊറോട്ടയൊക്കെ പോലെ നമ്മുടെ ആലു ബൂരിയാണ്. ആലു അല്ല ചേർത്തത്, സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ചേർത്തത്. എല്ലാവരും ബുക്ക് വാങ്ങി തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ്. കഴിച്ചവരൊക്കെ അഭിപ്രായം അറിയിച്ചു. കുറേ ആൾക്കാർ ബുക്ക് വാങ്ങിയിട്ട് റെസിപ്പി വായിച്ചിട്ട് അഭിപ്രായം അറിയിച്ചു. ഇനി വായിക്കാത്തവരൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും കമൻറ്റ്സ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, എല്ലാം ചെയ്യണേ. താങ്ക്